ഒരിക്കലൊരു ശിഷ്യൻ ഗ്രാമത്തിൽ പോയി മടങ്ങിയെത്തിയപ്പോൾ മുഖത്ത് ഒരിക്കലുമില്ലാത്ത സന്തോഷം. അദ്ദേഹം ഗുരുവിന്റെ അടുത്തെത്തി പറഞ്ഞു, ഗ്രാമത്തിന്റെ തലവനെ കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ കേട്ടു. ഗുരു ചോദിച്ചു, അത് നീ പറയുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഗുണം കിട്ടുമോ? ശിഷ്യൻ പറഞ്ഞു, ഇല്ല. ഗുരു, കേൾക്കുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ശിഷ്യൻ പറഞ്ഞു, ഇല്ല. ഗുരു വീണ്ടും ചോദിച്ചു, പറയുന്നത് കൊണ്ട് നിനക്കെന്തെങ്കിലും നേട്ടമുണ്ടോ? ശിഷ്യൻ വീണ്ടും പറഞ്ഞു, ഇല്ല. മുനി തുടർന്നു, എങ്കിൽ നീ ആ കേട്ട കാര്യം പറയണമെന്നില്ല. കഴിക്കുന്ന ഭക്ഷണത്തിന്റെയും ധരിക്കുന്ന വസ്ത്രത്തിന്റെയും ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന നമുക്ക് ഉള്ളിൽ നിന്നുയരുന്ന വാക്കുകളുടെ ശ്രേഷ്ഠതയും പരിശോധിക്കാനാകണം. ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാളെ വിചാരണ ചെയ്യില്ല എന്ന് ഓരോരുത്തരും തീരുമാനമെടുത്താൽ അവിടെ ദുർഗന്ധമുണ്ടാവില്ല. പകരം നന്മ കണ്ടെത്തി പറയുമ്പോൾ പരിമളം നിറയും. വീണ്ടും നല്ല സന്ദേശവുമായി എത്തുന്നത് വരേക്കും ബൈ ബൈ.